രണ്ടും പിന്നെ ആദ്യത്തെ ബസ് നമ്മളുടെ വേറെ വട്ടിയാ ഒന്ന് കൊടുത്ത് ബാഗ് ഒന്ന് കുറയും വെറുതെ കുറഞ്ഞേ അറിയില്ല അതെ ആ കൈ നാട്ടുകാരനാണോ? എവിടെ വീട്? ഇവിടെ ഈ എന്തോരം നാളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്? കുറെ കാലമായി. ഞങ്ങളിവിടെ ഓടിക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 2-3 കൊല്ലത്തോളം ഞങ്ങൾ തന്നെ ഓടിക്കൽ തുടങ്ങിയിട്ട്. ഞങ്ങളെ കാണുമ്പോൾ ഒരുവിധം കച്ചവടക്കാരൊക്കെ ഓടും. കാരണം പറയുന്നത് പേടിയാണ്. ഇവിടെയുള്ള ഈ കടക്കാരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞത് ഇത് ഇവിടെ പെണ്ണുങ്ങളാണ് കൂടുതൽ ഇപ്പൊ കച്ചവടം. ആണുങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടാറില്ല. പെണ്ണുങ്ങളുടെ പല സ്ഥലത്തും മാറ്റി വെച്ചിട്ടാണ് സാധനങ്ങൾ. പോലീസ് വന്നാൽ ഓടുമോ? പോലീസ് വരുമ്പോഴല്ല ഓടണം. ഞങ്ങൾ നാട്ടുകാർ വരുമ്പോൾ ഓടും. പോലീസ് വരുമ്പോൾ ഇവിടെ കുറെ മലയാളികളായ കച്ചവടക്കാരുണ്ട്, ഓട്ടോ തൊഴിലാളികൾ. അപ്പൊ അവർ പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഇവർ 4 സൈഡ് ഇവിടെ. അതുകൊണ്ടാണ് പോലീസ്. പിന്നെ അതിൽ ഗ്രാമില്ല ഒരിക്കലും. എപ്പോഴും 5 ഡബ്ബ 6 ഡബ്ബ ഉണ്ടാവുള്ളൂ. ഇന്നലെ പിടിച്ച ആളെ വെറുതെ വിട്ടെന്ന് പറഞ്ഞിട്ടു. ഗ്രാമില്ല. ഈ ഗ്രാമില്ലാത്തത് കൊണ്ടാണ്. അത് അവർക്കറിയാം. ആ നിയമം അറിയാവുന്നതുകൊണ്ട് അത്രയും സാധനം മാത്രം കയ്യിൽ വയ്ക്കുകയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരാവുന്ന സംവിധാനമാണ് അത് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും ഒരു നിയമ ഭേദഗതി ഈ കച്ചവടക്കാരെ പിടിച്ച് അത് വരുന്ന ഇത് അടച്ചില്ലെങ്കിൽ, ഇതിന്റെ സോഴ്സ് അടച്ചില്ലെങ്കിൽ ഈ ചെയ്യുന്ന ഇതിനൊന്നും ഒരു പ്രയോജനമില്ല. ഈ ഗ്രാമില്ല. എല്ലാത്തിനും 2 ഡബ്ബ 3 ഡബ്ബ പിടിക്കണുള്ളൂ. ഇത് 650, 65, 65 അത്ര ഗ്രാമം പറയണമെന്ന് വെച്ചാൽ ഇവിടെ പണിക്ക് പോകാതെ ഇരിക്കുന്ന ഭായിമാരുണ്ട്. ഒരു 8 മണി കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകൾ പണിക്ക് പോകുന്നവരാണ്. ഇവിടെ എല്ലാവരും ഇതിന്റെ കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാരാണ് ഇവിടെ ഈ 8 മണിക്ക് ശേഷം ഇവിടെ നിൽക്കുന്നത്. അല്ലാത്തവരൊക്കെ ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മലയാളി പിള്ളേര്, ചെറിയ പിള്ളേര്, 15-16 വയസ്സുള്ള പിള്ളേര് സാധനം വാങ്ങാൻ വരുന്നത് ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ്. ഓടിച്ചു വിടുന്നതാണ്.
ഇപ്പോൾ ഹോം മിനിസ്റ്റർ വരുമ്പോൾ ഹോം മിനിസ്റ്ററുടെ ഈ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനമായിട്ട് നടക്കുന്നത് 2-3 വർഷങ്ങളായി. അപ്പോൾ ഇനി ഹോം മിനിസ്റ്റർ അടുത്ത ദിവസം വരുന്നുണ്ട്. ഈ ഇതിന്റെ പുറകെ നടന്നതിന് ഇപ്പൊ എന്റെ പേരിലൊരു കേസും കിടപ്പുണ്ട്. ഒരു വായിനെ തല്ലിയെന്നും പറഞ്ഞിട്ട് കേസും കിടപ്പുണ്ട്. കാണാടാ കുറച്ച് പഴയത്. घर में डालने का पैसा पैसे पानी से लेके आया कुछ भी नहीं देखिए मेरा हाथ में देखे तो चला गया CR വിടാന്ന് പറയുന്നത് CR വരും. ഇതാണ്